ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവനെ കിട്ടുന്നിടം വരെ അവന്റെ ബന്ധുക്കൾക്കും നിങ്ങൾക്കൊക്കെ ഞങ്ങളൊരു നല്ല തലവേദന തന്നെയായിരിക്കും. മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്യും. മാക്സിമം എല്ലാം വാരി വലിച്ച് പുറത്തേക്കിട്ട് നോക്കണോ? കുറ്റം ചെയ്യുന്നതിനേക്കാൾ തെറ്റാ കുറ്റവാളികളെ ഒളിപ്പിച്ചു വെക്കുന്നത്. അവര് ACP ചന്ദ്രബോസ്, നിങ്ങൾ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടുന്നേ? മാഡം, സ്പിരിറ്റ് കേസിലെ പ്രതി വിഷ്ണു ഇതിനകത്താ ഒളിച്ചിരിക്കുന്നതെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. അതോടെ സെർച്ച് ചെയ്യുക. സെർച്ചിങ് എന്നാണോ ഇതിന് പറയുന്നേ? പോലീസുകാരല്ലേ മാഡം, എത്ര പറഞ്ഞാലും കേൾക്കില്ല. വിഷ്ണു എപ്പം പിടിയിലാകുന്നു അതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നിർത്താനാ പറഞ്ഞത്. ഇത് അതിക്രമമാണ്. എന്തും കാണിക്കാന്നുള്ള ധാർഷ്ട്യം. സെർച്ചിങ്ങിന്റെ കാര്യവും പറഞ്ഞ് കട തല്ലിപ്പൊളിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? മാഡം, മേഡം ഇപ്പോ നിർബന്ധിത ലീവില. അതായത് അധികാര കസേരയിലെല്ലാം മേഡം ഇപ്പൊ ഇരിക്കുന്നതെന്ന് പറഞ്ഞു വരുവായിരുന്നേ. വാക്കുകളൊക്കെ അത് സൂക്ഷിച്ചുപയോഗിക്കേണ്ടി വരും, പ്രത്യേകിച്ച് നക്ഷത്ര ചിഹ്നം കൂടുതലുള്ള പോലീസുകാരനോടെ. തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ കളക്ടറുടെ അധികാര കസേരയൊന്നും വേണ്ട മിസ്റ്റർ ACP. ലോകത്തേതൊരു പെൺകുട്ടിക്കും ഏതൊരു സ്ത്രീക്കും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആക്രമിക്കപ്പെട്ട അത് ചോദ്യം ചെയ്യാനും അത് തടയാനുള്ള അവകാശമുണ്ട്. അതിന് യൂണിഫോമിലെ നക്ഷത്ര ചിഹ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല. പറയുന്ന ഒരാൾക്ക് അല്പം കോമൺ സെൻസ് ഉണ്ടായാൽ മാത്രം മതി. ഇത് ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശപ്പെട്ട നിയമോ, സെക്ഷൻ 103. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന്? പറയാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രഹസനം ഒഴിവാക്കി ഇവിടുന്ന് ഒഴിഞ്ഞു തരണം. അതാ നിങ്ങൾക്ക് നല്ലത്. മേഡം, ഈ സ്പിരിറ്റ് കേസ് ഉണ്ടല്ലോ, അത് കെട്ടിച്ചമച്ചതാണെന്നും ലോറിയിൽ നിന്ന് പിടിച്ചത് ബാർലരി വെള്ളമാണെന്നും ഭർത്താവ് വിഷ്ണു ഈ നിരപരാധിയാണെന്നും വാദിക്കാനുള്ള പുറപ്പാടാണോ? എന്റെ ഭർത്താവല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരെക്കാളും കൂടുതൽ നന്നായി ACPക്കല്ലേ അറിയാവുന്നേ. അത് ശരി, വാദിയെ പ്രതിയാക്കാണോ? ചിലപ്പോ അങ്ങനെ ആകും മിസ്റ്റർ ACP. സാഹചര്യം ഒത്തുവന്ന ചിലരുടെ സാന്നിധ്യം മനസ്സിലാക്കി തന്ന ഏത് വാദിയും പ്രതിയാവും. പിന്നെ എന്റെ ഭർത്താവല്ല ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കമല,